നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ടർ സൈക്കിൾ ആണ്. ഓക്കെ വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഹൈഡ്രോളജിക് സൈക്കിൾ എന്നും കൂടി പറയും കേട്ടോ. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഇതൊക്കെ നമ്മൾ ചെറിയ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സൈക്കിള് ഇവിടെ നമ്മുടെ ഓഷ്യൻ അല്ലെ റിവർ, പോണ്ട്, ഇതിൻ്റെയൊക്കെ സർഫസിൽ നിന്നും ഹീറ്റ്, അതായത് സൂര്യൻ്റെ ചൂട് കൊണ്ട് വെള്ളമെല്ലാം ഇവാപ്പറേറ്റ് ചെയ്ത് മേഘങ്ങളായി മാറി, പിന്നെ മേഘങ്ങൾ തണുത്തുറഞ്ഞ് ഈ ഒരു പരസ്പരം കൂട്ടിയിടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ പ്രസിപ്പിറ്റേഷൻ ആയ മഴ അല്ലെങ്കിൽ മഞ്ഞൊക്കെ രൂപപ്പെടും. ഓക്കെ, ആ ഒരു മഴവെള്ളം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒഴുകി റൺ ഓഫ് വാട്ടർ ആയിട്ട് ഈ ഒരു ഓഷ്യനിലേക്ക് തന്നെ തിരിച്ചെത്തും. അല്ലെങ്കിൽ അത് ഇൻഫിൽട്രേഷൻ നമ്മുടെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ഗ്രൗണ്ട് വാട്ടറിനോട് ചേർന്നിട്ട് അതിനുശേഷം അവർ ഗ്രൗണ്ട് വാട്ടർ ഓഷ്യനുമായിട്ട് കൂടിച്ചേരും. ഓക്കെ, ഈ ഒരു സൈക്കിൾ, പിന്നെ ഈ ഗ്രൗണ്ട് വാട്ടർ ഓഷ്യനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഷ്യനിൽ ഈ വാട്ടർ എന്ത് ചെയ്യും, സൂര്യൻ്റെ ചൂട് കൊണ്ട് വീണ്ടും ഇവാപ്പറേഷൻ നടന്ന് കണ്ടൻസേഷൻ വഴി ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, വാട്ടർ സൈക്കിളിന്റെ ഡെഫിനിഷൻ നോക്കുക. വാട്ട് ഈസ് ദി വാട്ടർ സൈക്കിൾ? Water cycle, also known as hydrologic cycle, involve a series of stages that show the continuous movement and interchange of water between its three phases, solid, liquid and gas, in the earth atmosphere. The sun acts as the primary source of energy that powers the water cycle on earth. ഓക്കെ, പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. നമ്മുടെ ഭൂമിയുടെ സർഫസിൽ സോളിഡും ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഈ വാട്ടർ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു? നമ്മുടെ ഈ ലിക്വിഡ് ആയിട്ടുള്ള ഈ ഓഷ്യനിലെ വാട്ടറിനെ ഗ്യാഷ്യസ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയി മേഘങ്ങളായി മാറുക. ഈ മേഘങ്ങളായി മാറുന്ന അതിനെയാണ് സോളിഡ്. എന്നിട്ട് ഈ സോളിഡ് ആയിട്ടുള്ളത് അതേപോലെ വരുന്നതിനെയാണ് നമ്മൾ എന്താണ്, മഞ്ഞ് അല്ലെങ്കിൽ മിസ്റ്റ്, ഫോഗ് അല്ലെങ്കിൽ ഷെയ്ല് എന്നൊക്കെ, ആലിപ്പഴം എന്നൊക്കെ നമ്മൾ പറയാം. അത് ലിക്വിഡ് ആയിട്ട് വരുന്നതിനാണ് റെയിൻ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോളജിക് സൈക്കിൾ അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് പറയാം. ഇതിന്റെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യന്റെ ഹീറ്റ് കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ വരുന്ന ഫസ്റ്റത്തെ ടേം ആണ് ഇവാപ്പറേഷൻ. ഓക്കെ, എന്താണ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? The heat of the sun causes water from the surface of water body such as oceans, streams and lakes to evaporate into water vapors in the atmosphere. ഓക്കെ, പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ എന്താ? സൂര്യൻ അതിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ വാട്ടർ സർഫസിലെ വാട്ടർ ബോഡി, പുഴയിലെയും സമുദ്രത്തിലെ എല്ലാം വെള്ളത്തിനെ ചൂടാക്കി നീരാവിയാക്കി അതിനെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നോക്കൂ. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മുടെ ഓഷ്യൻ. ഈ ഓഷ്യനിൽ ഈ റെഡ് കളറിൽ പോകുന്നതാണ് ഇവാപ്പറേഷൻ. നീരാവിയായിട്ട് വെള്ളം പോകുന്നു. ഈ നീരാവിയായിട്ട് ഈ വെള്ളം പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഒരു ടോപ്പിക്കാണ് ട്രാൻസ്പിരേഷൻ. ഓക്കെ, ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ നമ്മൾ ഒരു ട്രീ കണ്ടു. ഒരു ട്രീ ഉണ്ടെങ്കിൽ ഈ ട്രീയിൽ അതിൽ ലീവ്സിൻ്റെ ഉള്ളിലും സ്റ്റെമ്മിലും ഒക്കെ വാട്ടർ ഉണ്ടാവും. ഓക്കെ, അത് എവിടെ നിന്നാണ്? പ്ലാന്റ് അപ്റ്റേക്ക് ചെയ്യുന്ന, റൂട്ട് വഴി അപ്റ്റേക്ക് ചെയ്യുന്ന വാട്ടർ ഇതിൻ്റെ സർഫസിൽ, ലീവ്സിലും സ്റ്റെമ്മിലും ഒക്കെ ഉണ്ടാവും. അപ്പം ഈ ഹീറ്റ് കാരണം ലീവ്സ് അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഇലകളിൽ നിന്നും തണ്ടുകളിൽ നിന്നും അതിന് നഷ്ടപ്പെടുന്ന ആ ഒരു വെള്ളത്തിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ ഒരു മലയുണ്ടെന്ന് വിചാരിക്കുക. അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു മഞ്ഞ് രൂപപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ മഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് വേപ്പറായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്പിരേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ നോക്കാം. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് വാട്ടർ വേപ്പർ ബീങ് എമിറ്റഡ് ബൈ പ്ലാന്റ് ലീവ്സ് ആൻഡ് സ്റ്റെംസ്.
അതിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞ ടൈം എന്തായിരിക്കും? നമ്മളുടെ ഈ ഇവാപ്പറേഷനും ട്രാൻസ്പിരേഷനും എന്താണ് നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇവാപ്പറേഷൻ്റെ റേറ്റും ട്രാൻസ്പിരേഷൻ്റെ റേറ്റും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഒരു പ്ലാന്റിൻ്റെ കൂടെ സ്റ്റെം അല്ലെങ്കിൽ ലീഫിലൂടെയൊക്കെ പോകുന്ന എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇവാപ്പറേഷനും ട്രാൻസ്പിരേഷനും നമ്മൾ ഒന്നായി കണക്കാക്കുന്നതിനാണ് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറയാം. In practical terms, when water vapor leaves a vegetated surface, it is often difficult to distinguish between evaporation from the soil surface and transpiration from plants. Therefore, these combined processes are commonly referred to as evapotranspiration. Okay. ഇനി നമ്മൾ നേരത്തെ സബ്ലിമേഷൻ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു. അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഡ്യൂ ടു ഡ്രൈ വിൻഡ്, ലോ ഹ്യൂമിഡിറ്റി ആൻഡ് ലോ എയർ പ്രഷർ, snow present on the mountainous change directly into water vapor by passing the liquid phase by a process known as sublimation. ഓക്കെ, അതായത് ഒരു ലിക്വിഡ് ഫേസ് ബൈ പാസിംഗ് ദ ലിക്വിഡ് ഫേസ് ബൈ പ്രോസസ് നോൺ ആസ് സബ്ലിമേഷൻ. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കുന്ന് അല്ലെങ്കിൽ ഈ മഞ്ഞ് ഒരുപാട് പെയ്യുന്ന താഴ്വാരങ്ങൾ കുന്നുകളിലൊക്കെ ഇതാ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ മഞ്ഞ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് കടന്ന് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. അതായത് ഈ സബ്ലിമേഷൻ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയില്ലേ, ഈ കർപ്പൂരമൊക്കെ, കർപ്പൂരം അതുപോലെ പിന്നെ പല സാധനങ്ങളും നമ്മൾ ഉദാഹരണമായിട്ട് അന്തരീക്ഷത്തിൽ വെക്കുമ്പം അത് ഒരു സോളിഡ് ആയിട്ടുള്ള വസ്തു ഡയറക്റ്റ് ആയിട്ട് വേപ്പറായിട്ട് മാറുന്നെന്ന് പറയില്ലേ. അതായത് ഒരു ലിക്വിഡ് സ്റ്റേജിലേക്ക് കടക്കാതെ ഈ ഖരം ദ്രാവകമാകാൻ പെട്ടെന്ന് വാതകമാകാനാണ് ഈ സബ്ലിമേഷൻ എന്ന് പറയുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഇവാപ്പറേറ്റ് ചെയ്ത വെള്ളം, അതായത് ഈ വാട്ടർ വേപ്പർ നേരെ ഇത് അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പേഴ്സ് ആയിട്ടായിരിക്കുമല്ലേ ഉണ്ടാവുക. ഈ വാട്ടർ വേപ്പർ മേഘമായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നീരാവി തണുത്തുറഞ്ഞ മേഘങ്ങളായിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ. When water vapor rises, it cools slightly and condenses. Generally, the water condenses on dust particles in the air and become liquid. Sometimes the water skips the liquid phase and turns directly into solid in the form of ice, hail, snow. In liquid form, the particle collected and form clouds. Okay. അപ്പം നമ്മൾ പഠിച്ചു നീരാവി തണുത്തുറഞ്ഞ മേഘമായി മാറുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരെ ഈ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളൊക്കെ കൂടിച്ചേർന്ന് ഇവർ സോളിഡ് സ്റ്റേറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് സോളിഡ് സ്റ്റേറ്റിൽ നിലനിൽക്കുന്നു. അതായത് ഒരു ലിക്വിഡ് ഫേസ് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് സോളിഡായി മാറുന്നതിനെയാണ് നമ്മൾ ഐസ്, ഹെയിൽ, സ്നോ, അതായത് ഹെയിൽ എന്ന് പറഞ്ഞാൽ ആലിപ്പഴം പോലെയുള്ള കാര്യങ്ങളൊക്കെ, അത് ലിക്വിഡ് സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ മഴയായിട്ട്. ഓക്കെ, ഈ മേഘങ്ങളിൽ വാട്ടർ ആയിട്ടുള്ള മേഘം ആണെങ്കിൽ നമ്മളതിൽ ലിക്വിഡ് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് അത് സോളിഡ് സ്റ്റേജിലെത്തുക. അതേസമയം ലിക്വിഡ് സ്റ്റേജ് ഇല്ലാണ്ട് പൊടിപടലങ്ങളും ഈ ഹ്യൂമിഡിറ്റി പിന്നെ വാട്ടർ ഡസ്റ്റ് ഒക്കെ കാരണം സോളിഡായി മാറുന്നതിനാണ് ഹെയിൽ, സ്നോ, ഐസ്. അപ്പം ഇത് മൂന്നും ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ സൈസസ് ഒക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓക്കെ, നമുക്ക് പിക്ചർ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ എന്തൊക്കെ പ്രോസസ്സ് കണ്ടു? ഇവാപ്പറേഷൻ കണ്ടു, കണ്ടൻസേഷൻ കണ്ടു, ട്രാൻസ്പിരേഷൻ കണ്ടു, സബ്ലിമേഷൻ കണ്ടു. ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോയി നമ്മുടെ ഈ മേഘങ്ങൾ, അന്തരീക്ഷത്തിലെ ഈ മേഘങ്ങൾ ഉണ്ട്. ഈ ലാസ്റ്റ് ഈ മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി വിൻഡിൻ്റെ പ്രഷർ അല്ലെങ്കിൽ വിൻഡിൻ്റെ സഹായത്തോടെ ഇവർ പരസ്പരം കൊളൈഡ് ചെയ്തിട്ടാണ്, ഒരു ബ്രേക്ക് ചെയ്തിട്ടാണ് റെയിൻ അല്ലെങ്കിൽ ഇതുപോലെ ഈ കാണുന്ന പോലെ സ്നോ അല്ലെങ്കിൽ മിസ്റ്റ്, സ്നോ, ഹെയിലൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന അതായത് ഭൂമിയിലേക്ക് നമ്മൾ നേരത്തെ ഇവാപ്പറേറ്റ് ചെയ്ത വാട്ടർ വേപ്പേഴ്സ് അല്ലെങ്കിൽ വാട്ടർ തിരിച്ചെത്തുന്നതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുക. കണ്ടോ, ഇതാണ് പ്രസിപ്പിറ്റേഷൻ. മഴയായിട്ടും മഞ്ഞായിട്ടും തിരിച്ചെത്തുന്നത്, പോയ വാട്ടർ വേപ്പർ തിരിച്ചെത്തുന്നതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുക. ഓക്കെ, ഇതിൽ തന്നെ ഈ പ്രസിപ്പിറ്റേഷൻ ഡെപ്പോസിഷൻ ആയിട്ടും വരാം, മഞ്ഞായിട്ടും വരാം അല്ലെങ്കിൽ മഴയായിട്ടും വരാം. ഓക്കെ, precipitation definition: water falls from the sky in numerous different forms of precipitation, including rain, snow, and hail. Okay, the precipitation comes from clouds which are free to move around the world and are
pushed by air current. ഓക്കെ, അതാണ് precipitation ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് deposition എന്താന്ന് നോക്കാം. In regions with extremely cold climate with sub-zero temperatures, the water vapor changes directly into frost and snow bypasses the liquid phase. Okay, causing snowfall in high altitude by a process known as deposition. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ precipitation ഡെപ്പോസിഷനും. മഴയായിട്ട് വരുന്നു, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരുന്നതിന് സ്നോ ഹെയിലൊക്കെ ആയിട്ട് വരുന്നു, അതിനെയാണ് precipitation എന്ന് പറയുക. ഈ ഡെപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ദ വാട്ടർ വേപ്പർ ചേഞ്ച് ഡയറക്ട്ലി ഇൻറ്റു ഫ്രോസ്റ്റ് ആയിട്ട് വരുന്നതിനെയാണ് എന്ത് പറയാ, നമ്മളുടെ ഡെപ്പോസിഷൻ ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ്, നെക്സ്റ്റ് ഭാഗം വരുന്നതാണ് റൺ ഓഫ്, ഇൻഫിൽട്രേഷൻ, പെർക്കുലേഷൻ. ഓക്കെ, ഇവ മൂന്നും എന്താണെന്ന് നോക്കാം. ഈ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ precipitation ആയിട്ട് വരുന്ന വെള്ളം ഒരുപാട് മഴ പെയ്യുമ്പോൾ നമ്മുടെ സർഫസിൽ താഴേക്ക് താഴ്ന്നു പോകാത്ത വെള്ളം സർഫസിൽ മഴവെള്ളം ഒഴുകി പോകുന്നത് റോട്ടിലൂടെ എല്ലാ തോടുകളിലൂടെ നമുക്ക് കാണാം. ഓക്കെ, അങ്ങനത്തെ ആ റണ്ണിങ് വാട്ടറിനെയാണ് റൺ ഓഫ് എന്ന് പറയുക. ഈ റൺ ഓഫ് ഡയറക്റ്റ് ആയിട്ട് സർഫസ് വാട്ടർ ആയിട്ട് നമ്മുടെ ഓഷനിലേക്ക് തിരിച്ചു പോകും. അതേപോലെ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ സർഫസിലേക്ക് വെള്ളം ആഴ്ന്ന് ഇറങ്ങുക, സർഫസിൽ നിന്ന് തൊട്ട് താഴത്തേക്ക് ജസ്റ്റ് ആ വെള്ളം ഒന്ന് നനഞ്ഞിറങ്ങുക, അതായത് ഒരു നനവ് എന്ന് പറയുന്നതിനാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നനഞ്ഞ് ഇറങ്ങുന്നു, ആ വെള്ളം പിന്നെ പെർക്കുലേഷൻ വഴിയാണ് ഗ്രൗണ്ട് വാട്ടറുമായി ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻഫിൽട്രേഷൻ വഴി നനവ് ഇറങ്ങുന്ന ആ വെള്ളം പെർക്കുലേഷൻ വഴി ഗ്രൗണ്ട് വാട്ടറുമായിട്ട് ജോയിൻ ചെയ്യുന്നത്, അതായത് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പ്രോസസ്സിനെയാണ് പെർക്കുലേഷൻ എന്ന് പറയുക. ഓക്കെ, ഇവരെല്ലാവരും കൂടെ ലാസ്റ്റ് എന്ത് ചെയ്യും, ഓഷ്യനിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് ഈ സൈക്കിൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, runoff. It can be described as the part of the water cycle that flows over the land as surface water instead of being absorbed into groundwater or evaporating. Okay, അതായത് ഗ്രൗണ്ട് വാട്ടറിലേക്ക് ആഴ്ന്നിറങ്ങുകയോ അന്തരീക്ഷത്തിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്യുകയോ പോവാത്ത ആ ഒരു വെള്ളത്തിനാണ് റൺ ഓഫ് എന്ന് പറയുക. ഇൻഫിൽട്രേഷൻ, the entry of water into the subsurface is termed as infiltration. Just entry മാത്രമാണ് ട്ടോ, entry of water into the subsurface. Okay, ഇനി അടുത്തതാണ് percolation. The process of percolation refers to the subsequent movement of water through the subsurface soil pores until it reaches the water table. At this point, it becomes groundwater. This is a slow process. അതായത് ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡൗട്ട് വരരുത്, ജസ്റ്റ് ഒരു എൻട്രി മാത്രമാണ്. ഈ പെർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വെള്ളം ഗ്രൗണ്ട് വാട്ടറുമായിട്ട് എത്തുന്നത് വരെയുള്ള ആ ഒരു ജേർണിനെയാണ്, അതായത് ആ ഒരു പ്രോസസ്സിനെയാണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ലോ പ്രോസസ്സാണ് ഇത്. ഗ്രൗണ്ട് വാട്ടറിൽ എത്തിയിട്ട് ഇത് ബിക്കം ഗ്രൗണ്ട് വാട്ടർ ആയാൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ട് വാട്ടർ is water that is held in cracks and pore spaces below the ground. ഓക്കെ, അതായത് നമ്മളുടെ അണ്ടർഗ്രൗണ്ടിൽ വാട്ടർ ടേബിൾ എന്നൊക്കെ പറയുമല്ലോ, അതായത് കുറേ പാറകൾക്കിടയിൽ അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റാസിനിടയിലൊക്കെ വെള്ളം ട്രാപ്പ് ചെയ്തിരിക്കുന്നതിനെയാണ് ഈ ഗ്രൗണ്ട് വാട്ടർ, അതായത് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഹൈഡ്രോളജിക് സൈക്കിൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ആ ഒരു ട്രാൻസ്പിറേഷൻ, ഇവാപ്പോ ട്രാൻസ്പിറേഷൻ, അതുപോലെ ഇവാപ്പറേഷൻ എല്ലാം. ഓക്കെ, അങ്ങനെ എല്ലാ ടേമുകളും തന്നെ ഇതാണ്. അതിൽ ഇൻഫിൽട്രേഷനും പെർക്കുലേഷനും മാറിപ്പോകരുത്. ഇത് രണ്ടും വരുന്ന കൺഫ്യൂഷനായി വരുന്ന പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നമ്മുടെ എക്സാമിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതാണ്. ഈ ടോപ്പിക്കൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ മറന്നു പോകരുത്. ഒരു ദിവസം ക്ലാസ് കാണുക, നോട്ട് എഴുതുക, തറവായിട്ട് പഠിച്ച ശേഷം മാത്രം പിറ്റേ ദിവസത്തെ എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.